വിഭാവനം ചെയ്ത കാലം മുതൽക്കേ ചിട്ട തെറ്റാതെയുള്ള ചടങ്ങുകൾ തൃശൂർ പൂരത്തിന്റെ പ്രത്യേകതയാണ്. ദശാബ്ദങ്ങൾക്ക് മുന്നേ ചിട്ടപ്പെടുത്തിയ ചടങ്ങുകൾക്ക് ഇന്നും മാറ്റമില്ല. പൂരത്തലേന്ന് നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുരനട തുറക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നു. പൂരനാളിൽ രാവിലെ മുതൽ ചെറുപൂരങ്ങളുടെ വരവായി. സമയക്രമം അനുസരിച്ച് കണിമംഗലം, പനമുക്കുംപിള്ളി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, നെയ്തലക്കാവ് എന്നീ ക്ഷേത്രങ്ങളിലെ ശാസ്താ ഭഗവതിമാർ വടക്കുന്നാഥിനെ വണങ്ങി മടങ്ങും. തിരുവമ്പാടി ഭഗവതി രാവിലെ 7-ന് 3 ആനകളുടെയും നടപ്പാണ്ടി മേളത്തിന്റെയും അകമ്പടിയോടെ നടുവിൽ മഠത്തിലേക്ക് എഴുന്നള്ളും. മഠത്തിലെ ഇറക്കിപ്പൂജ കഴിഞ്ഞ് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വടക്കുന്നാഥ സന്നിധിയിലേക്ക് രാവിലെ 11:30 എഴുന്നള്ളത്ത്. ഇതാണ് പ്രസിദ്ധമായ മഠത്തിൽ വരവ്. നായ്ക്കിനാലിൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് പിന്നെ പാണ്ടിയോടെയാവും എഴുന്നള്ളത്ത്. പാറമേക്കാവ് ഭഗവതി 15 ആനകളുടെയും പാണ്ടിമേളത്തിന്റെയും അകമ്പടിയോടെ ഉച്ചയ്ക്ക് 12-ന് വടക്കുന്നാഥനിലേക്ക് എഴുന്നള്ളും. വടക്കുന്നാഥ ക്ഷേത്രവളപ്പിലെ ഇലഞ്ഞിത്തറയ്ക്ക് സമീപം പാണ്ടി വിവിധ കാലങ്ങളിലൂടെ കൊട്ടിക്കയറുമ്പോൾ ഇലഞ്ഞിത്തറ മേളമായി. മേളത്തിനു ശേഷം തെക്കേ ഗോപുരനട വഴി പുറത്തിറങ്ങുന്ന ഇരു ഭഗവതിമാരും മുഖത്തോട് മുഖം നിരന്നാൽ കുടമാറ്റത്തിന്റെ ആരംഭം. 7 മണിയോടെ പകൽപൂരം അവസാനിക്കുന്നു. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കും തിരുവമ്പാടി ഭഗവതി മഠത്തിലേക്കും മടങ്ങും. പിന്നെ വെടിക്കെട്ടാണ്. രാത്രിയിലും ചെറുപൂരങ്ങൾ വടക്കുന്നാഥനിലെത്തി മടങ്ങും. പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും രാത്രി എഴുന്നള്ളിപ്പുകൾ 10:30 ആരംഭിച്ച് 2:30 അവസാനിക്കും. തിരുവമ്പാടി ഭഗവതി നായ്ക്കിനാലിലെ പന്തലിലും പാറമേക്കാവിലമ്മ മണികണ്ഠനാൽ പന്തലിലുമാണ് എഴുന്നള്ളി നിൽക്കുക. അപ്പോൾ രാത്രി വെടിക്കെട്ട്. പൂരപ്പിറ്റേന്ന് രാവിലെ ഇരു ഭഗവതിമാരും പാണ്ടിമേളത്തിന്റെയും ആനകളുടെയും അകമ്പടിയോടെ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളും. 11:30 മേളം കലാശിച്ച് ആദ്യം പാറമേക്കാവിലമ്മ വടക്കുന്നാഥനെ വണങ്ങി തിരിച്ചുവരും. തിരുവമ്പാടി ഭഗവതി വടക്കുന്നാഥനെ വണങ്ങി തിരിച്ചെത്തിയാൽ പിന്നെ ഉപചാരം ചൊല്ലിപ്പിരിയിലാണ്. ഈ സമയത്തും വെടിക്കെട്ടുണ്ടാകും. സന്ധ്യയ്ക്ക് ഇരു ഭഗവതിമാർക്കും ആറാട്ട്. ബ്രഹ്മസ്വം മഠത്തിലെ ചിറയിലാണ് ആറാട്ട്. ആറാട്ട് കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തിയാൽ ആനകളെ കൊണ്ട് കൊടിമരം ഇളക്കുന്നതോടെ ഒരു വർഷത്തെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും.